അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച. വോട്ട് മോഷണത്തിനെതിരെ റാലിയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നമ്മുടെ രാഷ്ട്ര നേതാക്കളുടെ ഭാവി വീക്ഷണം ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നുവെന്നും ഭരണഘടനയുടെ അസ്ഥിവാരം ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണെന്നും രാഹുൽ പറഞ്ഞു. ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടങ്ങുന്ന സഖ്യം നേട്ടമുണ്ടാക്കിയെന്നും എന്നാൽ 4 മാസത്തിനകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേട്ടമുണ്ടാക്കിയെന്നും ലോക്സഭയിൽ വോട്ട് ചെയ്യാതിരുന്ന 1 കോടി ആളുകൾ നിയമസഭയിൽ വോട്ട് ചെയ്തുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വോട്ട് മോഷണം വിഷയത്തിൽ രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഒരു വിഷയത്തിലും ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ 5 ചോദ്യങ്ങളും ഉന്നയിച്ചു. ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തതെന്ത്? വീഡിയോ ദൃശ്യം നൽകാത്തത് എന്ത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടത്തിയത് എന്തിന്? മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിന്? BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്തിന്? തുടങ്ങിയ 5 ചോദ്യങ്ങളാണ് രാഹുൽ ചോദിച്ചത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് ശശി തരൂർ. ജനാധിപത്യത്തിലെ വിശ്വാസ്യത നിലനിർത്താൻ നടപടി അനിവാര്യമെന്നാണ് തരൂർ പ്രതികരിച്ചത്. അശ്രദ്ധയാണോ, കഴിവില്ലായ്മയാണോ, മനഃപൂർവ്വം കൃത്രിമം കാട്ടിയതാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനു വേണ്ട ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വീണ്ടും സംശയനിഴലിൽ നിർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PK ജബ്ബാർ. ഹാരിസ് ചിറക്കലിന്റെ മുറി പരിശോധിച്ചുവെന്നും മുറിയിൽ നിന്ന് വലിയൊരു ബോക്സ് കണ്ടെത്തിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഓഗസ്റ്റ് 2 മോസിലോസ്കോപ്പ് വാങ്ങിച്ചതിന്റെ ബില്ലുകളും ഇവിടെ നിന്ന് കണ്ടെത്തിയെന്നും ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമെന്നും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുമെന്നും KGM-CTA സംഘടന. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു വ്യക്തതയില്ലെന്നും സ്വതന്ത്രമായ ഒരു അന്വേഷണമാണ് വേണ്ടതെന്നും KGM-CTA പ്രസിഡന്റ് റോസ്ന ബീഗം പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യരംഗം എന്താണെന്ന് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിനെതിരെ മോഷണക്കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നുവെന്നും കേരളം ആദരിക്കുന്ന ഡോക്ടറെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഡോക്ടർ ഹാരിസിന്റെ മേൽ ഒരു നുള്ള് മണ്ണ് വാരിയിടാൻ പ്രതിപക്ഷം സമ്മതിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽ കുമാറിനും പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറിനും ഫോണിൽ കൂടി നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് മുഴുവനായി വായിക്കണമെന്നായിരുന്നു ഫോണിന്റെ മറുതലയ്ക്കൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത്. റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പറയുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറിനെ ഇടയ്ക്ക് ഫോൺ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സൂപ്രണ്ട് ഓർമ്മിപ്പിക്കുന്നതും കാണാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ്. കൊറിയർ ബോക്സിൽ കണ്ടത് റിപ്പയർ ചെയ്യാനായി കൊണ്ടുപോയ നെഫ്രോസ്കോപ്പാണെന്നാണ് ഹാരിസ് പറയുന്നത്. ഡോക്ടർ ഹാരിസ് മെഡിക്കൽ ഓഫീസർമാരുടെ ഗ്രൂപ്പിലേക്കിട്ട വിശദീകരണക്കുറിപ്പിലാണ് ഇക്കാര്യമുള്ളത്. പഴക്കം ചെന്ന 2 നെഫ്രോസ്കോപ്പുകളാണ് എറണാകുളത്തേക്ക് അയച്ചത്. ഉപകരണം റിപ്പയർ ചെയ്യാൻ 2 ലക്ഷം രൂപയാണ് എറണാകുളത്തെ കമ്പനി ആവശ്യപ്പെട്ടത്. അത്രയും തുക ഇല്ലാത്തതിനാൽ തിരിച്ചയക്കാൻ പറഞ്ഞെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി. ആ പാക്കിംഗ് കവർ ആണ് HODയുടെ വിലാസത്തിൽ അവിടെ കണ്ടതെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ പ്രതിയായ ജീവനക്കാരനെ പിരിച്ചുവിട്ടു. പ്രതിയായ അറ്റൻഡർ ശശീന്ദ്രനെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഇയാളെ പിരിച്ചുവിടാനുള്ള ശുപാർശ മെഡിക്കൽ കോളേജ് ഭരണനിർവഹണ വിഭാഗം ശുപാർശ നൽകിയിരുന്നു.
ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തന്റെ പോരാട്ടം വിജയം കണ്ടുവെന്നും എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് പോരാട്ടത്തിന് ഇറങ്ങിയതെന്നും നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ICU കേസിലെ അതിജീവിത പറഞ്ഞു. പ്രത്യയശാസ്ത്ര പഠനത്തിനു പകരം ശാസ്ത്രീയമായി വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ ചേർക്കാനും ചെയ്യിക്കാനുമുള്ള ബ്രാഞ്ച് തലത്തിലെ സ്റ്റഡി ക്ലാസുകളാണ് ഇപ്പോഴത്തെ CPM പ്രവർത്തന പരിപാടിയിലെ മുഖ്യ ഇനമെന്ന് ചെറിയാൻ ഫിലിപ്പ്. വർഷങ്ങളായി പലയിടത്തും CPM ജയിക്കുന്നത് കള്ളവോട്ടുകൾ കൊണ്ടാണെന്നും വോട്ടർ പട്ടിക പുതുക്കുന്നതോടൊപ്പം അണികൾ വിവിധ പ്രദേശങ്ങളിൽ ഒന്നിലധികം വോട്ട് ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയക്കുന്ന ഇടത് സർക്കാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളിലാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും തിരിമറി നടത്തി ജനവിധി അട്ടിമറിക്കാനാണ് അവരുടെ ശ്രമം. വോട്ടർ പട്ടികയിലെ ഗുരുതര ക്രമക്കേടുകൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടിൽ ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളിൽ ഇതിനായി ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുമെന്നും ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആയിരിക്കും ഇതിന്റെ ചുമതല വഹിക്കുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. പാലിയേക്കരയിലെ ടോൾ നിരക്ക് കുറയ്ക്കുമെന്നും ദേശീയപാതയിലെ ഇടപ്പള്ളി മുതൽ പാലക്കാട് വരെയുള്ള വിവിധ ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി കെ രാധാകൃഷ്ണൻ MP ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഈ ആവശ്യമുന്നയിച്ച് കെ രാധാകൃഷ്ണൻ MP കേന്ദ്രമന്ത്രിക്ക് കത്തയക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക കോർ ടീം രൂപീകരിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഓരോ ജില്ലകളിലും പ്രവൃത്തി വിലയിരുത്തുന്നതിനുള്ള ചുമതല ഓരോ ചീഫ് എഞ്ചിനീയർമാർക്കായി നൽകി. പ്രത്യേക ഇൻസ്പെക്ഷൻ ടീമും ഓരോ ജില്ലകൾക്കായി രൂപീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 25 മുൻപ് പരിശോധന നടത്തി ഈ ടീം റിപ്പോർട്ട് നൽകണം. RSS നേതാവ് C. സദാനന്ദൻ MPയുടെ കാലുവെട്ടിയ കേസിൽ തിങ്കളാഴ്ച മട്ടന്നൂർ ഉരുവച്ചാലിൽ CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രം പതിച്ച പോസ്റ്ററിൽ ഇവർ കുറ്റക്കാരാണോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജനാണ് ഉദ്ഘാടകൻ. യേശുദാസിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ നടൻ വിനായകനെതിരെ ഗായകൻ G. വേണുഗോപാൽ. കേരളത്തിലെ ഏറ്റവും വലിയ കലാവിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ യേശുദാസ് എന്ന് നിസ്സംശയം പറയാമെന്നാണ് വേണുഗോപാൽ പറയുന്നത്. യേശുദാസ് നമ്മുടെ കേരളത്തിന്റെ ലോകോത്തര ഗായകനാണ്. അദ്ദേഹം മഹാത്മജിയോ കേളപ്പജിയോ അല്ല. യേശുദാസ് മാത്രമാകുന്ന ഇടത്താണ് കേരളത്തിന്റെ സുവർണ സംഗീത കാലഘട്ടം പിറന്നു വീണതെന്നും അദ്ദേഹം പറയുന്നു. നടൻ വിനായകൻ ഒരു പൊതുശല്യമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. സർക്കാർ വിനായകനെ പിടിച്ചു കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും എല്ലാ കലാകാരന്മാർക്കും നടൻ അപമാനമാണെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ നാളെ നടക്കുന്ന വാക്കത്തോൺ സംബന്ധിച്ച കാര്യത്തിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അമ്മ സംഘടനയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ DGPക്ക് പരാതി നൽകി കുക്കു പരമേശ്വരൻ. മെമ്മറി കാർഡുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നുവെന്നും കടുത്ത സൈബർ ആക്രമണം നേരിടുന്നു എന്നെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പരാതി. പൊന്നമ്മ ബാബു, ഉഷ ഹസീന തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയാണ് പരാതി. കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ PT5ന്റെ ചികിത്സ നൽകുന്ന ദൗത്യം പൂർത്തിയായി. ആനയ്ക്ക് കാഴ്ചപരിമിതിക്കുള്ള മരുന്ന് നൽകി. ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളിൽ നിന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. ആനയ്ക്ക് റേഡിയോ കോളർ പിടിപ്പിച്ചു. മയക്കം വിടാനുള്ള മരുന്നും നൽകി. മയക്കുവെടി വെച്ചതിനെ തുടർന്ന് 2 മണിക്കൂർ നേരമാണ് PT5 ഉറങ്ങിയത്. കേരളത്തിന്റെ തീരപ്രദേശത്ത് കടലിൽ ചുവപ്പ് നിറം കാണപ്പെടുന്നതിൽ ആശങ്ക വേണ്ടെന്ന് കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാല. കടലിന്റെ ചുവപ്പ് നിറം ഒരു പ്രകൃതിദത്ത പ്രതിഭാസമാണെന്നും കുഫോസ് അറിയിച്ചു. തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ ബീച്ച് മുതൽ എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് ബീച്ച് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിന്റെ നിറത്തിൽ വലിയ തോതിൽ നിറവ്യത്യാസം കാണപ്പെട്ടതായി പ്രദേശവാസികൾ അറിയിച്ചിരുന്നു.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കൽ ആചാരവിരുദ്ധമാണെന്നും പെട്ടെന്ന് തുറക്കാനാകില്ലെന്നും ചൂണ്ടിക്കാണിച്ച് ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ. അത്തരമൊരു ആലോചനയും ഇപ്പോഴില്ലെന്നും ചില തൽപര കക്ഷികളാണ് അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ദേവചൈതന്യമുള്ള നിലവറ പെട്ടെന്ന് തുറക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവറ തുറക്കൽ ആചാരപരമായ കാര്യമാണെന്ന് പറഞ്ഞ കരമന ജയൻ സംസ്ഥാന സർക്കാർ പ്രതിനിധി വിഷയം ഉന്നയിച്ചതിൽ പ്രതിഷേധം അറിയിച്ചു. ആലപ്പുഴ ചെന്നിത്തലയിൽ തെരുവുനായ്ക്കൾ 500-ലധികം താറാവുകളെ കടിച്ചുകൊന്നു. ചെന്നിത്തല തൃപ്പെരുന്തുറ പടിഞ്ഞാറേ വഴി മൂന്നുതെങ്ങിൽ ഷോബിൻ ഫിലിപ്പിന്റെ ഫാമിൽ വളർത്തിയിരുന്ന 500-ലധികം താറാവുകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. ഏകദേശം 2.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതികരണവുമായി CBCI അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത്. കുർബാനയ്ക്കും പള്ളിയുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് അവർ പോയതെന്നും മതപരിവർത്തനമാണ് ആക്രമികൾ ആരോപിച്ചതെന്നും വെർബൽ അറ്റാക്കാണ് നടന്നതെന്നും പറഞ്ഞ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടന കൂടിയാണെന്നും കൂട്ടിച്ചേർത്തു. ഒഡീഷയിലെ ബജ്രംഗദൾ ആക്രമണത്തെക്കുറിച്ച് വിവരിച്ച് ഇരയായ കന്യാസ്ത്രീ എലേസ ചെറിയാൻ 2 മണിക്കൂറോളം ബന്ദിയാക്കി വെച്ചെന്നും വൈദികരെ ആക്രമിക്കുകയും ബൈബിൾ വലിച്ചെറിഞ്ഞെന്നും കന്യാസ്ത്രീ പറഞ്ഞു. BJP ഭരണമെന്ന് ഓർക്കണമെന്ന് അക്രമികൾ ആക്രോശിച്ചതായും കന്യാസ്ത്രീ പറഞ്ഞു. ഒഡീഷയിലെ ജലേശ്വറിലാണ് മതപരിവർത്തനം ആരോപിച്ച കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കുമെതിരെ ബജ്രംഗദൾ പ്രവർത്തകരുടെ ആക്രമണം നടന്നത്. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇവരെ ഉത്തരകാശിയിൽ എത്തിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഓഫീസാണ് കേന്ദ്രമന്ത്രിയെ ഇക്കാര്യം അറിയിച്ചത്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. കർണാടകയിലെ ചിക്കബല്ലാപൂരിൽ യുവാവിന്റെ ആത്മഹത്യയിൽ BJP MPക്കെതിരെ കേസ്. മുൻ മന്ത്രിയും BJP MPയുമായ K സുധാകരനും മറ്റ് 2 പേർക്കുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേന്ദ്രമന്ത്രിയുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന M ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നടപടി. UAE സൗദി അതിർത്തിക്ക് സമീപം ഭൂചലനം രേഖപ്പെടുത്തി. സൗദി UAE അതിർത്തിയിൽ ബദ്ഹായിൽ നിന്ന് 11 കിലോമീറ്റർ അകലെ UAEയിലെ അൽസിലയിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം അർദ്ധരാത്രി 12:03 ഉണ്ടായതെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വാൾമാർട്ട്, ആമസോൺ, ടാർഗറ്റ്, ഗ്യാപ്പ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ US റീറ്റെയിലർമാർ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ നിർത്തിവച്ചതായി റിപ്പോർട്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വസ്ത്രങ്ങളുടെയും തുണിത്തരങ്ങളുടെയും കയറ്റുമതി താൽക്കാലികമായി നിർത്തിവയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പാദകർക്ക് കത്തുകളും ഇമെയിലുകളും ലഭിച്ചുവെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട്. റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളും US-ന്റെ തീരുവകളും റഷ്യൻ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് കുറയ്ക്കുമെന്ന് കണ്ടാണ് റഷ്യ ഇന്ത്യയ്ക്ക് വില കുറച്ച് വിൽക്കാൻ സന്നദ്ധമാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. താരിഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പരിഹാരമുണ്ടാകാതെ ഇന്ത്യയുമായി വ്യാപാര കരാറോ അതിന്മേൽ ചർച്ചകളോ ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ചുമത്തിയ ശേഷവും ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഗാസ നഗരത്തെ ഏറ്റെടുക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 1-ലധികം കാലഘട്ടങ്ങളിലൂടെയായിരിക്കും ഗാസ നഗരം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കുക. ഗാസ നഗരം ഒഴിപ്പിക്കലും സഹായ വിതരണം വിപുലീകരിക്കലും ഉൾപ്പെടുന്ന ആദ്യഘട്ട പ്രവർത്തനത്തിനുള്ള അവസാന തീയതി ഒക്ടോബർ 7 റിപ്പോർട്ടുകൾ പറയുന്നു. ബലാത്സംഗ കേസിൽ പാകിസ്ഥാൻ മധ്യനിര ബാറ്റർ ഹൈദർ അലിയെ ലണ്ടനിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാകിസ്ഥാൻ A ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിനിടെയാണ് സംഭവം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് 24-കാരനായ ഹൈദർ അലിയെ പാക് ടീമിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതേസമയം ഹൈദർ അലിക്ക് എല്ലാ തരത്തിലുമുള്ള നിയമസഹായവും നൽകുമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു.
ISL പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. ടൂർണമെന്റ് അനിശ്ചിതമായി വൈകിയേക്കും. പ്രശ്നപരിഹാരത്തിനായി ISLന് മുൻപ് സൂപ്പർ കപ്പ് നടത്താൻ ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനിലും ലീഗിലെ 13 ടീം ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയാണ് മത്സരം തുടങ്ങുന്നത് സംബന്ധിച്ച് തീരുമാനമാകാതെ പിരിഞ്ഞത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.